ഹലോ ഗൈസ്, നമുക്കൊരു ട്രാജഡി ഫ്രെയിം കണ്ടാലോ? അപ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നെങ്കിൽ പോലും എനിക്ക് അറിയില്ല. പനിയൊക്കെ പിടിച്ച് സൗണ്ടൊക്കെ പോയിരിക്കും കേട്ടോ. ആഫ്റ്റർ ലോങ് വീക്കാണ് നമ്മൾ പുതിയൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതൊരു ഫ്രെയിം മേക്കിംഗ് ആണ്. സത്യം പറഞ്ഞാൽ ഈ ഫ്രെയിമിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. റാൻഡംലി ഗാലറി ഇങ്ങനെ സ്ക്രോൾ ചെയ്യേണ്ടപ്പോൾ അയ്യോ എനിക്കൊരു ഫ്രെയിമിൻ്റെ വർക്ക് ഉണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ തന്നെ ആലോചിക്കുന്നത്. ഫ്രെയിം പോയിട്ട് പ്രിൻ്റ് പോലും ഞാൻ വാങ്ങിച്ചിട്ടുമില്ല, എടുത്തിട്ടുമില്ല. അങ്ങനെ പിന്നെ അപ്പം തന്നെ പോയി വേഗം ഡ്രസ്സ് ഇട്ട് കടയിലേക്ക് പോയി. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫ്രെയിം ഡോക്യുമെൻറ്റ് A4 ഫ്രെയിം കേട്ടോ. അതിൻ്റെ ആ റൈറ്റിങ് കാണുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. കുറേ അങ്ങനത്തെ പേപ്പറൊക്കെ കണ്ട് ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു ബ്രാൻഡ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ വാങ്ങുന്നത്, ഡ്രീം പ്ലാസയുടെ. അങ്ങനെ പിന്നെതാ ഈ സാധനം ഇളക്കലാണ് നമ്മുടെ അടുത്ത ജോലി. ഇത് ഇളക്കണമെങ്കിൽ കത്തി വരെ വേണമെന്നാണ്. ഞാൻ കുറേ ശ്രമിച്ചു. എൻ്റെ കൈ ചുമക്കും, എൻ്റെ കൈയുടെ ചിലപ്പോൾ തൊലിയും പോവും. അല്ലാതെ ഈ സാധനം ഇളക്കി വരുന്നതേ ഇല്ല. പിന്നെ കത്രികയൊക്കെ എടുത്തിട്ട് കുത്തലും വെക്കലും എല്ലാമായി. അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഞാൻ എല്ലാം അതിൻ്റെ ക്ലിപ്പും ഇങ്ങനെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ലാസ്റ്റ് മിനിറ്റിനകത്ത് അതിൻ്റെ ഹാങ് എനിക്കാണെങ്കിൽ ഒരു സ്ഥലത്തും പോകാനുണ്ട്. പിന്നെ എങ്ങനെയൊക്കെ അതൊക്കെ പെട്ടെന്ന് തുറന്ന് അതിൻ്റെ ഉള്ളിനകത്ത് ഇരുന്ന് പേപ്പറൊക്കെ എടുത്ത് കളയുകയാണ് ഞാൻ. അങ്ങനെ നമ്മുടെ സുന്ദര കുട്ടപ്പനായിട്ട് നമ്മുടെ ഗ്ലാസ് ഇരിപ്പുണ്ട് കേട്ടോ അവിടെ. പിന്നെ താണ്ടേ അതിൻ്റെ പേപ്പറാണ് ഈ കാണുന്നത്. ഡ്രീം പ്ലാസ എന്നൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഇതൊരു A4 ഫ്രെയിം കേട്ടോ. അതാ ഡിസ്ക്ലെയിമർ, ആരും ഇങ്ങനെയൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ഇച്ചിരി സേഫ്റ്റിക്ക് നോക്കുക. കൈ മുറിയാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. വലിയ ഇഞ്ചുറി വരാനുള്ള ചാൻസ് ഉണ്ട്. എക്സ്പീരിയൻസ് ഉള്ളതാണ് പറയുന്നത്. ഒരു ദിവസം ഞാനും ഇങ്ങനെ ഗ്ലാസ് എടുത്ത് തുടച്ചുകൊണ്ടിരുന്നതാണ്. ഗ്ലാസിൻ്റെ സൈഡ് കൊണ്ടുപോയി എൻ്റെ കൈ മുറിഞ്ഞു. കുറേ ദിവസങ്ങളൊക്കെ എടുത്തിട്ടാണ് ഒന്ന് മാറി കിട്ടിയത്. അങ്ങനെ പിന്നെ താണ്ട ഗ്ലാസ്സൊക്കെ തുടച്ചു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ എടുത്തിട്ടില്ല. പ്രിന്റിൻ്റെ കാര്യം ഞാൻ ആ സമയത്ത് ഓർക്കണില്ല. ആ പ്രിന്റ് വരുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഊരിക്കളഞ്ഞു. സത്യം പറഞ്ഞാൽ പ്രിന്റ് വരാൻ ഒരു 3 മണി ആവുമെന്നാണ് പറഞ്ഞത്. 3 മണി 3:30 ആയി. എന്നിട്ടും പ്രിന്റ് വരാതിരുന്നപ്പോൾ ഞാൻ ഒരു നിമിഷം വന്ന് പതറിപ്പോയി. അഥവാ എൻ്റെ പ്രിന്റ് ഇപ്പം ഞാൻ പോകുന്നതിൻ്റെ മുമ്പെങ്കിലും കിട്ടിയില്ലെങ്കിൽ കസ്റ്റമറിന് സാധനം കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇതൊരു ഫാസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് നമുക്ക് അവിടെ നാട്ടിൽ കിട്ടീനു. അങ്ങനെ പിന്നെ പ്രിന്റ് കിട്ടുന്നവരെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ വെച്ചോണ്ടിരുന്നു. അത് എനിക്ക് നല്ലൊരു ആ സമയത്തേക്ക് പിന്നെ എന്തോ റെഡി ആയി വരുമ്പോഴത്തേക്കും പ്രിന്റ് കിട്ടി. അപ്പോഴത്തേക്കും ഇവിടെ പ്രിന്റ് കിട്ടുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഹാങ്ങിങ് ലാസ്റ്റ് മിനിറ്റിൽ കാണാതെ എല്ലാം ഒട്ടിച്ചും ബാക്കൊക്കെ ചെയ്ത് വന്നപ്പോഴാണ് ഹാങ്ങിങ് കിട്ടിയല്ലോ എന്ന് കണ്ടത്. ഞാൻ പിന്നെ ഹാങ് കൊടുത്ത് വിടുകയും ചെയ്തില്ല അവർക്ക് എക്സ്ട്രാ ആയിട്ടെന്ന് വെച്ചാൽ ഹാങ് ഒരു സേഫ് തിങ് അല്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ പ്രിന്റ് കിട്ടിക്കണേട്ടോ ലാസ്റ്റ് ടൈം ഫൈനൽ. അയ്യോ പിന്നെ പ്രിൻ്റൊക്കെ നോക്കിയതൊക്കെ ഫുൾ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പിന്നെ ഈ കോലം നിങ്ങളാരും മൈൻഡാക്കാൻ പാടില്ല. അത്രക്കും പട്ടിക്കുളർത്തിരിക്കുകയാണ്. പുട്ടി അടിച്ചിട്ടങ്ങ് ഇരിക്കുകയാണ്. മുടി പോലും ഞാൻ നേരെ കെട്ടിയിട്ട് അത്രക്കും തിരക്കിനകത്തായിരുന്നു ഈ ഫ്രെയിം വർക്ക് ഞാൻ ചെയ്തത്. പിന്നെ ഫോട്ടോയൊക്കെ എൻ്റെ ഉള്ളിനകത്ത് വെച്ചാൽ ആ ഒരു അടക്കൽ വേറെ ടൈപ്പ് ജോലി. പിന്നെ ഇടയിൽ കൂടി ഇങ്ങടുത്ത് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ വേറെ ആരടുത്തൊക്കെയോ വീട്ടിൽ എന്തൊക്കെയോ ഇങ്ങനെ നടന്ന് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ നല്ലതായതുകൊണ്ട് നല്ലതൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് മ്യൂട്ടാക്കി വെച്ചു. എന്തിനാ വെറുതെ ആൾക്കാരെ ബോറടിപ്പിക്കണേന്ന് വിചാരിച്ചല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഹാങ് സേഫ് അല്ലാത്തത്? ചിലപ്പോൾ നമ്മൾ ഫ്രെയിം പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിങ്ങനെ മുകളിൽ തൂക്കിയിടുമ്പോൾ അത്രയ്ക്കും സേഫ്റ്റി ആയിട്ട് ചിലപ്പോൾ കിടക്കത്തില്ല. പെട്ടെന്ന് ചിലപ്പോൾ അത് ഊരി താഴെ വീണ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാട്ടോ. അങ്ങനെ താണ്ടെ സംസാരിച്ച് നമ്മളാ സാധനമൊക്കെ അടച്ച് ഫുൾ സെറ്റാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയിൽ കൂടെ നോക്കുന്നുണ്ട് എൻ്റെ കൈ വല്ലതും ചുമന്നോ എന്ന്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ അടയ്ക്കുമ്പോഴായിരുന്നു തുറക്കണം. കൈ നന്നായിട്ട് ചുമ. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഗൈസ് ഞാൻ കണ്ടത്. അതിനാണെങ്കിൽ 100 എക്സ്പ്രഷൻ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു മുടി
എൻ്റെ ഉള്ളിനകത്ത്. പിന്നെ അതെങ്ങനെ എടുക്കുമോ, അതിന് ഊരണോ വീണ്ടെന്ന് നോക്കിയപ്പോഴാണ് ചെറിയൊരു മുടിയുടെ ഒരു വാലിട്ടത്. അവിടെ പിടിച്ച് വെച്ചാൽ മുടി പോയി. അങ്ങനെതാ എന്തൊക്കെയോ പിന്നെയും പറയുന്നുണ്ട്. എന്നാലും പക്ഷെ ഫൈനൽ ലുക്കിനത് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നല്ല ക്യൂട്ട് അടിപൊളി കുട്ടി ഫ്രെയിമായിരുന്നു. ഇതൊരു ബേബി ഫ്രെയിം ആയിരുന്നു കേട്ടോ, അത് ഞാൻ പറയാനേ വിട്ടുപോയി. അപ്പോൾ നമുക്ക് നാട്ടിലെത്തുന്നവരെല്ലാ ക്രാഫ്റ്റേഴ്സിനുള്ള എനിക്കും ഉണ്ടായിരുന്നു ടെൻഷൻ. അങ്ങനെ നാട്ടിലെത്തിയപ്പോഴാണ് ഒരു സമാധാനമായത്. പൊട്ടാതെയൊക്കെ എത്തിയിരുന്നത്. ഇതാണ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. കസ്റ്റമർ നല്ല ഹാപ്പി ആയിരുന്നു പറഞ്ഞു. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അത് മാത്രമല്ല ഗായ്സ്, വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ പൊട്ടൂന്ന് മേടിച്ചിട്ട് പെട്ടി പാക്ക് ചെയ്യുന്ന റാപ്പർ വരെ വെച്ചിട്ട് ഞാൻ പറയുന്നത് എനിക്ക് ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.